പേസ്റ്റോ? അമ്മേ, ഈ പേസ്റ്റ് ഇല്ല ഇതില്. ഇതെന്തോ അമ്മേ? ഓ, അത് 2 ദിവസവും കൂടെ ഉപയോഗിക്കാല്ലേ? അതൊക്കെ മതി. ഇരുമ്പ് എന്ത് ചെയ്യാം? അത് ഇരുമ്പ് വെച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ദാരിദ്ര്യം കാണിക്കുന്നു. ഇതിന് ഞെക്കി ഞെക്കി അതിൻ്റെ അകത്ത് ഇല്ല. അതിന് നീ നോക്ക് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ഉണ്ടോന്ന്. അത് വെച്ചങ്ങ് തേച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനുണ്ടോ അമ്മേ? എന്തോ എല്ലാം തീർന്നു കേട്ടോ. അവൻ വരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ട് ഇന്നലത്തെ സാധനം ഇരിപ്പുണ്ടായിരുന്നു. ഓ, ഇന്നലത്തെയൊക്കെ എടുത്ത് കൊടുക്കുന്ന എന്തിനമ്മേ? 2 ദിവസം ആയതല്ലേ അമ്മേ. എന്തോ പറയാനെങ്കിൽ അമ്മയുടെ ഒരു കാര്യം. ഫ്രണ്ട്സ് ആരെങ്കിലും മരിച്ചോ? താമസിക്കാതെ കാണുമോ? നീ എവിടെ പോവാടി? കട വരെ പോവാ. ഞാൻ ചരമക്കളം നോക്കുവാ. നിനക്കെന്തോ കുഴപ്പം? നീ കടയിൽ പോവാണെങ്കിൽ എനിക്ക് 2 തേൻമുട്ടായി മേടിച്ചുകൊണ്ട് പോവാടി. തേൻമുട്ടായി ഷുഗർ ഇപ്പം തന്നെ കൂടുതലാ. അമ്മ അതിനുള്ള പൈസ തന്നിട്ടുള്ളൂ, സാധനം മേടിക്കാനുള്ളൂ. അവിടെ അമ്മ ഇച്ചിരി പൈസ തന്നോളൂ. ഷുഗർ വരുന്നെങ്കിൽ അങ്ങ് ചാവും, അങ്ങ് മേലോട്ടങ്ങ് പോവും. മറക്കാതെ നീ കടം പറഞ്ഞിട്ടെങ്കിലും മേടിച്ചുകൊണ്ട് പോവാടി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്കും ഇല്ല. പക്ഷേ ഇത് ഏത് ഫ്രണ്ടാ വരുന്നേ? ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അതിന് വന്നതാ. പേപ്പർ വായിക്കുമായിരിക്കും രാവിലെ. നീ ഏതാടാ? അച്ഛമ്മേ, അവിടെ കൂട്ടുകാരനാണോ? നീ എന്തിനാ വന്നേ? പേപ്പർ വായിക്കുവാ രാവിലെ. അവളെന്ത് ചെയ്യും? ഞാൻ ഇവിടെ പഠിക്കാൻ വരുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതെല്ലാം ഉള്ളോ? ഇനി ഒതുങ്ങണം. കയറി പോകുന്നകത്തോട്ട്. അങ്ങോട്ടൊന്ന് വിട്ടേരെ അച്ഛമ്മേന്ന് പൊയ്ക്കോട്ടെ. പേടിച്ചു പോയില്ലോടാ ചർക്കാരി. പേടിപ്പിക്കുന്നോ മനുഷ്യരെ? പോവാന്നോ? എന്നാ ആട്ടെ. ഓരോ മാരണങ്ങൾ. അവളെവിടെ പോയി? അവളിപ്പോ വരും. നീ വന്നോ? കൊള്ളത്തില്ലേ? നീ കടയിൽ പോയതാന്നോടി? പോലോടാ ഒരു ചേരാത്ത പാൻറ്റും നിക്കറും, പാൻറ്റിൻ്റെ നിക്കറും ഡെന്നിനും അതിന് തരാത്ത ഒരു തൊപ്പി. കഷ്ടം തന്നെ. നീ എന്നാലും വേറെ ഒരു കളർ ബെൽറ്റൂടെ കെട്ടാൻ എന്താ? ഞാൻ സാധനം മേടിക്കാൻ പോയതാ കടയിൽ. ഇതാ വരും. പിന്നെ ഇനി വെളിയിൽ ഞാനെവിടെ കേൾക്കും അങ്ങനെ. എനിക്കപ്പോൾ അടുക്കളയിൽ നിന്ന് ശ്രദ്ധിക്കാറുണ്ട് പഠിക്കുന്നു. എടാ, നീ പഠിച്ചോ? അച്ഛമ്മ വന്നിരിപ്പുണ്ട്. നീ എന്തെങ്കിലും ഇപ്പം സംസാരിച്ചോ അച്ഛമ്മ അടുത്ത്? എന്തെങ്കിലും ചോദിക്കൂ. അച്ഛമ്മേ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചരമക്കുളത്തിൽ വരാം. നീ പഠിക്കാൻ വന്നേരിയോ? പഠിച്ചിട്ട് പോയോ? ഞാൻ പേപ്പർ പഠിച്ചിട്ട് പോകാൻ പോയി. പഠിക്കാനാ വന്നേ. വല്ല കാര്യമാണോ നിനക്ക് ചോദിക്കേണ്ട? കിട്ടിയില്ലേ? അമ്മ നോക്കുന്നുണ്ട്. അകത്തോട്ടിരുന്ന് പഠിക്കായിരുന്നു. അകത്തൊന്നും ഇരുന്ന് പഠിക്കണ്ട. ഇവിടെ നല്ല വെട്ടം വിളിച്ചോണ്ടല്ലേ, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ അകത്തൊന്നും കയറി പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് പഠിക്കും. എന്നാൽ ശരി, ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. നീ എന്നെ വിടത്തില്ല അമ്മേ. നീ ചോദിക്കൂ. അമ്മേ, ഞാൻ പറഞ്ഞു നോക്കാം നിൻ്റെ അമ്മ എടുത്തു. അതേ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുക്കീസിൻ്റെ പാത്രമാണ്. ഇല്ലായിരുന്നു. റെഡി മോളെ, നിനക്ക് വേണ്ട ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്ന ഡ്രസ്സാണ്. അവരുടെ മോളെ നല്ലതായിട്ട്. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കീറിയതേ ഉള്ളൂ. തയ്ച്ചിട്ടാൽ നല്ലതായിരിക്കും. അത് ഈ വല്ല വീട് ഇടാനേ കൊള്ളത്തുള്ളൂ. അതൊന്ന് വെളിയിലിട്ടോണ്ട് പോകാൻ കൊള്ളത്തില്ല. നിനക്ക് പരിവായിരിക്കും കേട്ടോ. വല്ല കാര്യമുണ്ട് അവരുടെ ഇന്നൊക്കെ ഡ്രസ്സ് മേടിക്കണ്ടേ? ഈ ഒരു അമ്മയുടെ ഒരു ഈ ടൂറ്
ടൂറ് പോകണ്ട, നീ പോയതല്ലേ ടൂറിനൊക്കെ, പിന്നെ എന്തിനാ ഇനി ടൂറ് പോകുന്നത്? ടൂറ് ഒന്നും വിടമ്മേ, എല്ലാവരും പോകുന്നുണ്ട്. മൈസൂരല്ലേ അമ്മേ. ഇനിയിപ്പോൾ ടൂറൊന്നും പോകണ്ട, എപ്പോഴും എപ്പോഴും ടൂറ് പോയാൽ എൻ്റെ പൈസ ഇല്ല തരാൻ. നമ്മളാ ഇവിടെ ഏത് പള്ളിയാ മറന്നുപോയല്ലേ, പള്ളിയിൽ പോകാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ഏതോ ആണ്ടി പോയതല്ലയോ. പക്ഷെ എന്തോ പറയാനാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തില്ലെന്ന്. അവിടെ പോയാൽ പോരെ, ഇനിയിപ്പോൾ ടൂർ എന്തിനാ പോകുന്നത്? ആൻറ്റി അവളെ ടൂറിന് വിടാൻ ആൻറ്റി ഞങ്ങളെല്ലാം പോകുന്നുണ്ടല്ലോ. ഞാനെന്തോ ചെയ്യാനാടി, മൈസൂറൊക്കെ പോയതാ 2 വർഷം മുമ്പ് സ്കൂളിൽ നിന്ന് പോയതല്ലേ, പിന്നെ എപ്പോഴും എപ്പോഴും മൈസൂർ തന്നെയല്ലേ പോകുന്നത്. സ്കൂളുകാർ ഇതുവരെ മാറ്റി പിടിക്കാൻ സമയമായില്ല. ആ പോണ്ട, പൈസ ഇല്ല എൻ്റെ കേട്ടോ. എടി ഞാൻ എന്നാൽ പോവാടി, ഇവിടുന്ന് ബോറടിക്കുന്നത്. എനിക്ക് വേണ്ട അവിടെ അവൻ്റെ വീട്ടിൽ നിന്ന് കയറണം. നീ പോവാന്നോ? ഞാൻ ആരുടെ വീട്ടിൽ കയറാൻ? ഞാൻ പോവാന്നേ. ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മ വിടുന്നെങ്കിൽ വിടട്ടെ. ഞാൻ പറഞ്ഞു നോക്കിയത്, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? ഞാൻ പോവാ.